ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ അബിക്ക് വേണ്ടിയിട്ടൊരു സാധനം മേടിക്കാൻ പോവാണ്. അപ്പോൾ അബിക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാനും അബിയും തേജും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഭർത്താവിനും അനിയത്തിക്കും ഒക്കെ വണ്ടിയിൽ കയറി ആദ്യം പാട്ട് വേണം. എനിക്കാണെങ്കിൽ ഇതിനോട് വലിയ താല്പര്യമില്ല. സോ അവർ ഫോൺ കണക്ട് ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. അപ്പം അത് എൻ്റെയും തേജുവിൻ്റെയും ഫോൺ ഓൾറെഡി അതിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ അബിയുടെ ഫോൺ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അബി അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻ വൈൽ നമ്മൾ ദേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുന്നംകുളത്തേക്കാണ് പോയത്. ഗരിമ സ്പോർട്സ് പാറമ്പാടം റോഡിൽ പട്ടാമ്പി റോഡിലേക്ക് വരുന്ന വഴിയിലാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ എത്തി. അപ്പം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച് വന്ന സാധനം ആദ്യത്തെ സ്റ്റോറിൽ എന്ന് വെച്ചാൽ ഇതൊക്കെ അവരുടെ തന്നെ സ്റ്റോറാണ്. ആദ്യത്തെ സ്റ്റോറിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അബി ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് ഞാൻ ഷൂട്ട് ചെയ്യണ കാര്യത്തിൽ അബിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ദേ അബിയുടെ കയ്യിലുള്ള സാധനമാണ് നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനം, ട്രങ്ക്. നാണക്കേടൊക്കെ മാറ്റി നിർത്തിയിട്ട് അവൻ ദേ അതും പൊക്കി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ വന്നത് ഒരു റെഡ് കളർ എന്താ ഒരു സിൽക്കി മെറ്റീരിയലിലുള്ളൊരു സംഭവമായിരുന്നു. ബട്ട് അത് ഇപ്പോൾ കുന്നോളത്ത് നമ്മളൊരു 3-4 സ്പോർട്സ് ഷോപ്പിൽ കയറി ഇറങ്ങി. 2 കടയിൽ മാത്രമാണ് ഈ സംഭവമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നമ്മൾ വിചാരിച്ച് വന്ന മെറ്റീരിയലോ കളറോ ഒന്നും ഇതിലൊന്നും ഇവിടെ എവിടെയും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവൻ ആദ്യം പൊക്കി പിടിച്ച ആ ബ്ലൂ ട്രങ്ക് തന്നെ മേടിച്ചു. അതിനുശേഷം ബില്ലിങ്ങൊക്കെ ഫ്രണ്ടിൽ നമ്മൾ ആദ്യം കയറിയ കൗണ്ടറിലായിരുന്നു. അപ്പോൾ തേജു ഇങ്ങനെ ഓരോ ക്യാപ്പൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ തേജുവിൻ്റെ ഡ്രസ്സിനായിട്ട് ഈ ക്യാപ്പ് നല്ല സിങ്കായി പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യേണ്ടത് തേജുവിന് ഒട്ടും താല്പര്യമില്ലാത്തൊരു കേസാണ്. അപ്പോൾ ഒന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റിക്ക് നമ്മൾ ആ ബ്ലൂ ട്രങ്ക് എടുത്തു. ഇനി ഇൻ കേസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ. അപ്പോൾ നമ്മളിവിടെ വന്ന് അത് ബില്ല് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. ഇവിടെ കുറേ ഡംബൽസും വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കി. ഇവിടെ നിന്ന് നമ്മൾ വേറെ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഈ ട്രങ്ക് മാത്രം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളൊട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എന്താ പറയുക, ഈ ട്രങ്ക് നമ്മൾ വിചാരിച്ച് വന്നത് കിട്ടാത്തത് കൊണ്ട്. ഇപ്പോൾ തേജു പേയ്മെൻറ്റ് നടത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ ചേട്ടനടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ മുന്നത്തെ ജിം ട്രെയിനറായ വിഷ്ണു അത് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ടാനും ഈ പറഞ്ഞ റെഡ് സിൽക്കിഷ് ട്രങ്കും, അപ്പോൾ അത് രണ്ടും ഓൾമോസ്റ്റ് സെറ്റായപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടി. എന്നാലും ഇനിയിപ്പോൾ അത് ഓൺലൈൻ വാങ്ങുന്നത് കൊണ്ട്, മീൻസ് ഓൺലൈൻ അല്ല, ആൾ ഡെലിവറി ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടുന്ന ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അത് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് വാങ്ങിയത്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ സിൻസിയറിൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ അവിടെ കുറേ ഓഫേഴ്സൊക്കെ നടക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിനകത്തുകൂടി കയറി. നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ഒരു സാധനം വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഈ എയർ ഫ്രയർ വാങ്ങണ കാര്യത്തിൽ ഇതുവരെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ തവണയും നമ്മൾ ആലോചിക്കും വാങ്ങിയാലോ, പിന്നെ വിചാരിക്കും വേണ്ട, നമ്മുടെ കിച്ചണായിട്ടൊന്നും അത് മാച്ച് ആവില്ല, പിന്നെ ഇപ്പോൾ വെറുതെ എന്തിനാ, ഒരു സ്പേസ് കൺസ്യൂമിങ് സാധനമല്ലേ, അപ്പോൾ അത്ര ആവശ്യമുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ വേണ്ടാന്ന് വയ്ക്കും. പിന്നെയും നെക്സ്റ്റ് ടൈം വേണോ എന്നുള്ള തോട്ട് വരും. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഈ കടയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ച് ഏജ് കൂടുമ്പോൾ പാത്രങ്ങളോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം കൂടുമല്ലോ. അപ്പോൾ ഇത് കോക്കനട്ട് സ്ക്രേപ്പറായിരുന്നു. അപ്പോൾ ഈ കോക്കനട്ട് സ്ക്രേപ്പറും ഞാനും തമ്മിൽ ഭയങ്കര വലിയ ബന്ധമുണ്ട്. എനിക്ക് ആദ്യം തേങ്ങ ചിരകാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനായിട്ട് വേറെ ഒന്നും തന്നില്ലെങ്കിലും ഈ സാധനം തരണമെന്ന്. ബട്ട് വേറെ കുറേ ഇൻസിഡൻസ് കൊണ്ട് നമ്മൾ തേങ്ങ ചിരകാനൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി വന്ന സാധനം ഇതാണ്. അപ്പോൾ ഇത് നൂൽപ്പെട്ട് ഉണ്ടാക്കുന്ന പ്രസ്സാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറേ ഇൻസ്റ്റ റീൽസിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഓക്കെ, അമ്മയ്ക്ക് ഓൾറെഡി കൈക്കൊന്നും അത്ര ബലമില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ല നൂൽപ്പെട്ട് ഉണ്ടാക്കാൻ, എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൊണ്ട്, ചെയ്യാൻ വയ്യാത്തതുകൊണ്ട്. എന്നാലും അമ്മ തേജും ചേട്ടനൊക്കെ വരുമ്പോൾ ഇവർക്ക് ഇഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കും. അമ്മ അതും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം നമ്മൾ വാങ്ങണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ ഇതെന്തായാലും മേടിക്കാം എന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഈ ചേട്ടൻ നമുക്കിങ്ങനെ അതിൻ്റെ ഓരോ മെക്കാനിസം പറഞ്ഞു തരാം. ഇത് PG&Eയാണ്. ഇതിനൊരു 3000 rupees ആ ഒരു റേഞ്ചിൽ പ്രൈസ് ഉണ്ട്. ഇതിനെന്തോ ഒരു ഓഫറും കൂടെ അപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെന്തായാലും മേടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ഇതിൽ ഒരു ചാർജിങ്
മെക്കാനിസമാണ്. നമ്മൾ നോർമലി ഇപ്പോൾ ഇയർഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്ത് വയ്ക്കാം. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ നൂൽപുട്ടിൻ്റെ ഒതൻറ്റിക് പ്രസ്സിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഈ കുഴലിലേക്ക് നമ്മൾ മാവ് വയ്ക്കുന്നു, അതിൻ്റെ ഏത് ചില്ലാണോ വെക്കണമെന്ന് വെച്ചാൽ ആ ചില്ല് വയ്ക്കുക. എന്നിട്ട് ഇതിലൊരു ലോക്കിംഗ് സിസ്റ്റമാണ്, അതിലേക്ക് ലോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ദേ ആൾ ആ ലോക്ക് തുറന്നെടുത്തു. അപ്പോൾ ഇതിനകത്ത് ദേ ഇങ്ങനെ ഒരു പ്രസ്സിങ് മെക്കാനിസം നടക്കുന്നത്. 3 പൊസിഷനിലാണ് സ്വിച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓൺ മീൻസ് ഫോർവേഡ്, ഓഫ്, റിവേഴ്സ്. അപ്പോൾ ഫോർവേഡ് അടിച്ചാൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മാവ് പ്രസ്സായി വരും. അപ്പോൾ നൂൽപുട്ടിൻ്റെ തട്ട് താഴെ വെച്ച് കഴിഞ്ഞാൽ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ബാക്ക് ടു പൊസിഷനിലേക്ക് വരാൻ സ്വിച്ച് താഴോട്ട് അമർത്തുക. സെൻറ്ററിലാണ് ഇതിൻ്റെ ഓഫ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഞാനിത് കൊടുത്തിട്ട് ഒരു ദിവസം ഷിജു മാത്രമാണ് കിച്ചണിലുണ്ടായിരുന്നത്. സോ എന്താണെന്നറിയില്ല, അവൾക്കത് ഓണാക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ വന്നപ്പോൾ കുറച്ച് ക്യൂട്ട് സാധനങ്ങളൊക്കെ അവിടെ കണ്ടു. അപ്പോൾ കുറച്ച് നമ്മളെ അട്രാക്റ്റ് ചെയ്തെങ്കിലും നമ്മൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ചേട്ടൻ അതിൻ്റെ വാറണ്ടി കാർഡൊക്കെ ഇട്ട് അത് പാക്ക് ചെയ്യാണ്. നമ്മൾ ബില്ല് ചെയ്ത സ്ഥിതിക്ക് ആളത് പാക്ക് ചെയ്ത് തരിക. അപ്പോൾ ആളിങ്ങനെ വേറൊരാൾ എന്തോ ഗിഫ്റ്റ് റാപ്പ് ചെയ്യണ കണ്ടപ്പോൾ ഏതായാലും അമ്മയ്ക്കുള്ള ഗിഫ്റ്റാണല്ലോ, അപ്പോൾ വേണമെങ്കിൽ നമുക്കും ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം എന്നൊരു തോട്ട് നമുക്ക് വന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ അതിനെന്താ ചെയ്തു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ അത് റാപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇനി ഈ സംഭവം നമ്മൾ യൂസ് ചെയ്തു, അതിൻ്റെ റിവ്യൂവും കൂടി ഇതിൽ തന്നെ പറഞ്ഞേക്കാം. ഈ ചേട്ടൻ പാക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം. ഇതിൽ വളരെ കുറച്ച് മാവേ കൊള്ളുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. ബട്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഹാൻഡിയാണ്. ക്ലീനിങ്ങും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു ഇങ്ങോട്ട് നമ്മൾ ലോക്ക് റിമൂവ് ചെയ്യണ പാർട്ട് മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ. മറ്റേ പാർട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുള്ളായിരിക്കണം എന്ന് മാത്രം. പിന്നെ മാവ് അതിനകത്തേക്ക് ഇടുമ്പോൾ കുറച്ച് ഓയിലൊന്ന് സൈഡിൽ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേം കൂടി കംഫർട്ടബിളായിട്ട് ആ സംഭവം ക്ലീൻ ചെയ്യാനും പറ്റും. മാവ് പ്രസ് ചെയ്യുമ്പോൾ അത് സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും. ഈസി ടു യൂസാണ്, ഈസി ടു ഹാൻഡിലാണ്, പണി ഈസി ആക്കും. മാവിൻ്റെ ക്വാണ്ടിറ്റി അതിൽ കൊള്ളുന്നത് കുറച്ച് കുറവാണെന്നത് ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ അതാണ് അതിൻ്റെ റിവ്യൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്പോർട്സ് ഷോപ്പിലേക്ക് തന്നെ വന്നു. ഇത് രണ്ടും സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അബി ജാക്കറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ ആ ജാക്കറ്റ് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അബി പോയിട്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ വീണ്ടും ബില്ല് ചെയ്യാൻ വന്നപ്പോൾ തേജുവിൻ്റെ ഇവിടെ ഡംബൽസിൻ്റെ മേലൊരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ എല്ലാ ഷോപ്പിലും ഒന്ന് കറങ്ങി. അപ്പോൾ ഇതുപോലെ വേറൊരു ഷോപ്പിൽ വന്നതാണിത്. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ വീട്ടിലെത്തി. തേജു അമ്മയ്ക്ക് ആ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ അമ്മോട് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അമ്മ കറക്റ്റായിട്ട് തന്നെ ഗസ് ചെയ്തു. കാരണം നമ്മളിത് വാങ്ങണ ഡിസ്കഷൻ നടക്കണ്ടായിരുന്നു. പിന്നെ എൻ്റെ അൺബോക്സിംഗ് ഒക്കെ നടത്തി ഹാപ്പിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.